4 വർഷത്തിനു ശേഷം വീണ്ടും ഒരിക്കൽ കൂടി സ്പാനിഷ് ക്ലബ്ബ് ബാർസലോണ യുവേഫ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിൽ എത്തിയിരിക്കുന്നു. പ്രീ ക്വാർട്ടറിൽ രണ്ടാം പാദ മത്സരത്തിൽ ഇറ്റാലിയൻ ക്ലബ്ബായ നാപ്പോളിയെ കീഴടക്കിക്കൊണ്ട് പ്രതീക്ഷകൾ അവസാനിച്ചിടത്തു നിന്നും ഒരിക്കൽ കൂടി ഒരു വെള്ളി വെളിച്ചം കാറ്റലൻ ആരാധകർ പ്രതീക്ഷിക്കുകയാണ്. കഴിഞ്ഞ 2 സീസണിലും ബാർസലോണ ഗ്രൂപ്പ് റൗണ്ടിൽ പുറത്തായതും 2019-20 സീസണിൽ ബയോണിനോട് തോറ്റ് ക്വാർട്ടർ ഫൈനൽ പുറത്താവുകയും ചെയ്തതും മറക്കാൻ ആഗ്രഹിക്കുന്ന നാണക്കേടുകളാണ്. ലയണൽ മെസ്സിയുടെ കാലത്തിന് ശേഷം പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തണമെന്ന ലക്ഷ്യത്തോടെയാണ് ഓരോ സീസണിലും അവർ നീക്കങ്ങൾ നടത്തിയിരുന്നത്. മുൻ ബാർസലോണ ഇതിഹാസം സാവി ക്ലബിലെ മാനേജർ പദവിയിലേക്ക് വന്ന അന്ന് മുതലേ ബാർസയുടെ കിരീടമോഹങ്ങളിൽ ഒന്നാണ് UCL കിരീടം. 2015 സാവി മധ്യനിരയിൽ നിന്നും വിടവാങ്ങിയ ശേഷമുള്ള സീസണിലൊന്നും UCL ബാർസലോണയ്ക്ക് വേണ്ട രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിച്ചിരുന്നില്ല. ഓരോ വർഷം കഴിയുന്തോറും സെമി മുതൽ ക്വാർട്ടറിലും പ്രീ ക്വാർട്ടറിലും കാലിടറി യൂറോപ്യൻ ലീഗ് വരെ ടീം പോയിരുന്നു. ഈ സീസണോട് കൂടി സാവി മടങ്ങുമെന്നത് ശരിവെക്കുമ്പോൾ അതിനുശേഷമുള്ള ഓരോ മാച്ചുകളിലും ടീം മുന്നേറുകയാണ്. സാവിയിൽ കൂടുതൽ പ്രഷർ ചെലുത്താതെ ടീമിനായി പൂർണ്ണമായും സമയം മാറ്റിവെക്കുമ്പോൾ പോസിറ്റീവ് റിസൾട്ടുകളാണ് ടീമിൽ നിന്നും ഉണ്ടാവുന്നത്. അത് കളത്തിലും കാഴ്ചവെക്കുന്നുണ്ട്. യുവാൻ ക്രൈഫ്, മറഡോണ, റിവാൾഡോ, പുയോൾ, ബുസ്കറ്റ്സ്, സാവി, ഇനിയസ്റ്റ, മെസ്സി വരെ നീണ്ടു നിൽക്കുന്ന ഒരു മികച്ച താരങ്ങൾ പന്ത് തട്ടിയ ക്ലബ്ബ് ഒരിക്കലും മിലാനും യുണൈറ്റഡും സംഭവിച്ച പോലെയുള്ള പതനം കാറ്റലൻ ജനത ആഗ്രഹിക്കുന്നുമില്ല. ഒന്നുമില്ലായ്മയിൽ നിന്നും പെപ്പ് വാർത്തെടുത്ത യുവതാരങ്ങൾ അടങ്ങിയ ടീം കിരീടം നേടിയതുപോലെ പെപ്പിന്റെ പ്രിയ ശിഷ്യനായ സാവിയും അതേ പാത തുടരട്ടെ. റിയലും സിറ്റിയും ബയോണുമെല്ലാം ഉള്ളപ്പോൾ സീസണിന്റെ അവസാനം താൻ മടങ്ങുമെന്ന് വ്യക്തമാക്കിയ സാവിക്ക് നല്ലൊരു യാത്രയപ്പിനൊരു UCL കിരീടമെന്നത് സ്വപ്നങ്ങളിൽ പോലും കിട്ടാവുന്നതല്ല. എങ്കിലും ഭാഗ്യവും സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ സാധിച്ചാൽ അതത്ര ദൂരവുമല്ല. ബാർസയുടെ പൂർവികർ അതെന്നോ തെളിയിച്ചതുമാണ്.